Hey guys, welcome back to another vlog. Hello everyone. കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഗൈസ് വൈ ആർ യു നോട്ട് പോസ്റ്റിംഗ് എനി വീഡിയോസ്. ദ റീസൺ ഇസ് ബിക്കോസ് 3 മാസം ഞങ്ങൾ കഷ്ടപ്പെട്ടു ഒരു റെന്റൽ പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു ആൻഡ് വി ഹാവ് അമേസിങ് ബാക്ക് യാർഡ്. ആ ബാക്ക് യാർഡിൽ ഞങ്ങൾ കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിത്തൊക്കെ പോയി വാങ്ങിച്ചു. ബണ്ണിങ്സിൽ നിന്ന് കുറച്ച് മല്ലി, സ്പ്രിംഗ് ഓണിയൻ, ടൊമാറ്റോസ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ബണ്ണിങ്സിൽ നിന്ന് തന്നെ സോയിലും പിന്നെ കുറച്ച് പോട്ടിംഗ് മിക്സും വാങ്ങിച്ചു. സംഭവത്തിൻ്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, അതിൻ്റെ യൂസൊന്നും എനിക്കറിഞ്ഞൂടാ. റോസ് യൂട്യൂബിൽ നോക്കി കുറച്ച് വീഡിയോസൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഈ സാധനം പോയി ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സോ ഗൈസ്, ദിസ് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ് ബിക്കോസ് നമ്മൾ മല്ലിയില പോയി പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ $3 പിടിക്കും. ഈ കാണുന്ന മണ്ണിന് എനിക്ക് $5 അത്രയും വലിയ ബാഗിന് എനിക്ക് ആയുള്ളൂ. അതിൽ വിത്തിന് $2. അപ്പോൾ $7 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് നമുക്ക് ഇഷ്ടം പോലെ മല്ലിമ്പ് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മല്ലി പോലെ ഇവിടുത്തെ എല്ലാ പച്ചക്കറിക്കും ഓസ്ട്രേലിയ കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ഗൈസ്, ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഗുഡ് ഐഡിയ. പിന്നെ ഈ പോട്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ് ആണ്. മാർക്കറ്റ് പ്ലേസിൽ $10 എത്ര അടി റോസ് കിട്ടിയ ഉണ്ടോ? നല്ല അടിപൊളി ഡീലാണ്. ആ അപ്പാപ്പന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള കാരണം അപ്പാപ്പൻ ഞങ്ങൾക്ക് വേറെ 2 വലിയ പോട്ട് എടുത്ത് തന്നു. ഇത് ഞങ്ങൾ വിത്ത് പാവാട്ടോ. ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ക്ലൂവും ഇല്ല ഇത് മുളയ്ക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതേപോലത്തെ ചെറിയ ചെറിയ പൗച്ചസിലാണ് ഇത് തന്നെ. പൗച്ചിന് എത്രയും $2. സോ ഇറ്റ്സ് എ ഗുഡ് ഡീൽ എനി ഹൗ. ഞങ്ങൾക്കിത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വരെ അറിഞ്ഞുകൂടാ. പിന്നെ ഇത് എന്തിൻ്റെ സീഡ്സ് അടി? സ്പ്രിംഗ് ഓണിയൻ്റെ ആണോ? സ്പ്രിംഗ് ഓണിയൻ്റെ സീഡ്സ് ഇട്ടൊക്കെയാണ്. ഞാൻ ആദ്യം അത് കടുകാന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റോസോട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. നമ്മൾ കേക്കിൻ്റെ മേലെ ഷുഗർ ഇട്ട് ഇങ്ങനെ ഇത് ചെയ്യൂലേ, എന്താ പറയുക, ഇങ്ങനെ പൊടി ചെയ്യൂലേ, അതേപോലെ അവൾ അതിൻ്റെ മേലെ കുറച്ച് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താ പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഒരു ഗാർഡൻ അല്ല, വെജിറ്റബിൾ ഫാം പോലെ സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഈ പൂക്കളൊക്കെ ഞാൻ വിചാരിച്ചു ശരിക്കും ഞങ്ങളുടെ ലാൻഡ് ലോഡ് പണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയ പൂക്കളാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് റോസ് പറഞ്ഞ ഇത് വീടാണ്, നമ്മൾ പറിച്ചെടുക്കണമെന്ന്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വന്നിടയ്ക്ക് ലൈക്ക് ഒരു 3 months ബാക്ക് ഈ പ്രോപ്പർട്ടി എടുത്ത സമയത്ത് ഞങ്ങൾ നട്ട കുറച്ച് സാധനങ്ങളായിട്ട് 2 പൈനാപ്പിളൊക്കെ ഉണ്ട്. പക്ഷേ പൈനാപ്പിൾ ഇതൊരു മുളച്ചൊക്കെ ആൻഡ് ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. എനിഹൗ ലെറ്റ്സ് ബിഫോർ ഗെറ്റിംഗ് ഓൺ ടു ഇറ്റ്. റോസുടെ കിള കണ്ടോ? നല്ല അൺപ്രൊഫഷണൽ കിളയാണ്. അവൾക്കൊരു കോപ്പ് പറഞ്ഞുകൂടാ. അവളെ പോലെ തന്നെ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മേലെയാണ് ഫാമിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. റോസ്, നീ നാട്ടിൽ വല്ല കൃഷിയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടോ? നാട്ടിൽ എനിക്ക് കൃഷി ചെയ്തൊരു ശീലമില്ല. നമ്മുടെ അപ്പാപ്പനപ്പന്മാരൊക്കെ നല്ല അടിപൊളി കൃഷിക്കാരായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ കൃഷി ചെയ്ത്. പക്ഷേ ഇവിടെ വന്ന് ബാക്ക് യാർഡിൽ ഇത്രയും സ്ഥലം കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം വീട്ടിലുണ്ടാക്കിയ തക്കാളിയൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഈ പുറം മന്ത്രം പോലത്തെ സാധനം ആയിട്ട് മാന്തണ്ട് എന്തിനാന്ന് എനിക്കും അറിഞ്ഞൂടാ, ഇവൾക്കും അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഈ ടൂൾസിൻ്റെ യൂസേ അറിഞ്ഞുകൂടാ കേട്ടോ. ഞങ്ങൾ ചുമ്മാ കണ്ടപ്പോൾ ആവേശത്തിൽ വാങ്ങിച്ചതാട്ടോ ഈ സാധനങ്ങളൊക്കെയും. പക്ഷേ ഒരു സൂപ്പർ അടിപൊളി സംഭവം റോസ് കഴിഞ്ഞു കണ്ടോ. അവൾ കുഴിച്ച് എനിക്കിപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലത്തെ കുഴിയാണ് റോസ് കുഴിക്കണത്. പിന്നെ ഞാൻ കൂടുതൽ സ്ട്രെയിൻ കഴിഞ്ഞ് വർക്കൊന്നും ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് ചെറിയൊരു ഷോൾഡർ ഇഞ്ചുറിയൊക്കെ പറ്റിയിരിക്കുക കേട്ടോ. പിന്നെ റോസ് ചവിട്ടി മാറ്റി ഞങ്ങളുടെ പൈനാപ്പിളിൻ്റെ തല. പിന്നെ റോസ് നല്ല ടയേർഡും ആട്ടോ. റോസു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ടാസ്ക് ഒക്കെ? സംഭവം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസി ആയിരിക്കുന്ന, പക്ഷെ ഇത്രയും കിളച്ച് നല്ലൊരു ഏരിയ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിവേ അവസാനം അടിപൊളിയായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, പിന്നെ ഇവിടുത്തെ സോയിലൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി സോയിലായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവിടുത്തെ സോയിൽ അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. രാവിലെ മഴ, ഉച്ചയ്ക്ക് വെയിൽ, വൈകുന്നേരം ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ഈ സാധനം ചെയ്യുന്നത് 5 degree തണുപ്പിലായിട്ട് ഞങ്ങൾ ചെയ്യണം. നല്ല തണുപ്പുണ്ട്. ആൻഡ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങൾ ഈ സാധനം ചെയ്യണത്. പക്ഷേ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സാറ്റർഡേ ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നിട്ടോ ഞങ്ങൾ തുനിഞ്ഞിറങ്ങിക്കണം. അങ്ങനെ റോസു കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാട്ടി അവൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് വി ഹാഡ് ഫൺ ഗൈസ്. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ.